ക്ലൈന്റ് ചോദിച്ചു, നമ്മൾ ഇത്രയും ലോങ്ങിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു പ്ലംബേഴ്സിനും ഇലക്ട്രീഷ്യനൊക്കെ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് വരുന്ന സമയത്ത് നമ്മൾ ഇവരെ എങ്ങനെ കാര്യങ്ങൾ സെറ്റാക്കി കൊണ്ടുപോകുന്നു ചോദിച്ചു. പുള്ളി സാറ് എടുത്തേക്ക് പറഞ്ഞത്, നമ്മള് മെയിൻ്റെനൻസ് വരാനുള്ള ഒരു വർക്ക് അല്ലല്ല ചെയ്യണത്, മെയിൻ്റെനൻസ് ഇല്ലാത്ത വർക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടി ചെയ്ത പിറ്റേ ദിവസം മുതൽ ആളെ വീട്ടിൽ മെയിൻ്റെനൻസിന് ആള് വരണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ പ്ലംബിംഗ് ഒരിക്കലും ഒരു മെയിൻ്റെനൻസ്, പ്ലംബിംഗ് ഇലക്ട്രിക്കലും ഒരു മെയിൻ്റെനൻസ് എന്നുള്ള ഒരു തത്വത്തിലേക്ക് നമ്മൾ ആദ്യമേ കണ്ടിട്ട് ചെയ്യേണ്ട കാര്യം, അത് മെയിൻ്റെനൻസ് ഇല്ലാത്ത രീതിയിൽ ചെയ്യാനുള്ള നല്ല വർക്കേഴ്സിനെ കൊണ്ടും നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആ ഒരു തലവേദന മാറി. ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ വർക്കിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മളിവിടെ ഈ ഒരു റിസോർട്ടിൽ വന്നപ്പോൾ തന്നെ എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ടാവും ഇലക്ട്രിക്കലിനെ കുറിച്ചും പ്ലംബിങ്ങിനെ കുറിച്ചും കുറെ കാര്യങ്ങളെ കുറച്ച് ആൾക്കാർ പറഞ്ഞത് ഞാൻ കേട്ട്, മറ്റുള്ളതിനെ കുറിച്ച് ആരൊന്നും പറയുന്നില്ല. അപ്പൊ ഇത് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുന്നതാണ്. ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിൽ അത് അങ്ങനെ ഇങ്ങനെ ട്രിപ്പ് ആവുന്നു, അവിടെ വെള്ളം ലീക്ക്, ഇവിടെ സ്മെല്ല് ഉണ്ടാവുന്നു, അങ്ങനത്തെ പ്രശ്നം. അപ്പൊ ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അതിൽ നമ്മൾ നല്ല ക്വാളിറ്റി വർക്കേഴ്സ്, നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീരാവുന്ന പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ നല്ല മെറ്റീരിയൽ ഉണ്ടായിട്ട് ലോക്കൽ വർക്കേഴ്സിനെ ഏൽപ്പിച്ചാൽ പ്രശ്നങ്ങളുണ്ടാവും, നല്ല വർക്കേഴ്സ് കിട്ടിയിട്ട് ലോക്കൽ മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും. ഇത് രണ്ടും ഈക്വലായിട്ട് പറ്റുന്ന കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഏതൊരു പൈപ്പാണെന്നുണ്ടെങ്കിലും രണ്ട് ലെയറായിട്ട് ജസ്റ്റ് ഒരു വേറെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിന് ഇത് ഒന്ന് നോക്കുന്നത് വശം തടസ്സം പോലും രീതിയില്ല. ഞാൻ കാണിച്ചത് ലൈവ് കാണിച്ചത്. അപ്പൊ നമ്മളിങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മളൊരു 2000 എത്ര സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ, ഇപ്പൊ നമ്മൾ റിസോർട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്ലംബിങ്ങിന് വേണ്ടി നമ്മൾ മാനുഫാക്ചർ ചെയ്ത പ്ലംബിംഗ് വേറെ കെമിക്കൽസ് ഒന്നുമില്ല. നല്ല ഹീറ്റ് ആക്കിയിട്ട് നമ്മള് ഫാക്ടറിയിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ വെൽഡ് ചെയ്യാൻ ഇതൊക്കെ ടെക്നിക്കലായിട്ട് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് ശരിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ പ്ലംബർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ചാർജ് ചെയ്യാൻ പാടുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ സോൾവെന്റ്